വികസനം വലിയ തോതിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെയാണ് വലിയ തോതിൽ ചർച്ചയാവുക. ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു കാര്യത്തിൽ LDF ഒരു വികസന രേഖ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കും, അത് തട്ടിപ്പാണെന്നാണ് ഇപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രചരിപ്പിക്കുന്നത്. അല്ല, കോൺഗ്രസ് നേതാക്കന്മാർക്ക് അത് പറയാനേ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമാണ്. ഒന്ന്, പറഞ്ഞതുപോലെ നടപ്പിലാക്കും, പറ്റുന്നത് മാത്രമേ പറയുള്ളൂ. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പ്രാദേശിക ഗവൺമെൻറ്റുകളും എല്ലാം ആ തലത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല. പ്രകടന പത്രിക മിക്കവാറും പൂർത്തിയാക്കുക എന്നുള്ളതാണ് 5 കൊല്ലം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇവിടെ ഇപ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യം ആണിപ്പോൾ ബാക്കിയുള്ളത്, അതിദാരിദ്ര്യം അവസാനിച്ചു. അപ്പോൾ ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഇനി 5 കൊല്ലം കൊണ്ട് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. സ്ത്രീകൾക്കുള്ള അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1000 രൂപ കൊടുക്കാനുള്ള തീരുമാനം, ചെറുപ്പക്കാർക്ക് ജോലി കണ്ടെത്തുന്നത് വരെയുള്ള 1000 രൂപ ഗ്രാൻഡ്, ഇങ്ങനെ നിരവധി പദ്ധതികൾ. അതെല്ലാം കേരളത്തിൻ്റെ ദാരിദ്ര്യത്തെ അകറ്റി നിർത്താൻ ഉതകുന്ന രീതിയിലാണ്. ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദാരിദ്ര്യം അവസാനിപ്പിക്കാനാവും. ഇവിടെയുള്ള അഴിമതി, കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം ഒന്ന് വികസന മുരടിപ്പാണ്, മറ്റൊന്ന് അഴിമതിയാണ്. ഈ രണ്ടിനും അറുതി വരുത്താൻ ഈ കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ എന്നാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയുകയാണ്, ഇവിടെ എന്താണോ പ്രകടന പത്രികയിൽ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് അക്ഷരം പ്രതി നടപ്പിലാക്കിയാൽ ഇവിടെ പറഞ്ഞതുപോലെ അത് കണ്ണൂരിൻ്റെ ഒരു പുതിയ മുഖമായിരിക്കും. അതിനു വേണ്ടി ഇപ്രാവശ്യം വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്.